സുഹൃത്തുക്കളെ, നമ്മുടെ ആടും ഫാമിലെ ഒരു ആട് കിണറ്റി ചാടി. അപ്പോൾ ആ ഒരു സങ്കടം പറയാൻ വേണ്ടി എൻ്റെ കൂടെ വരുന്ന ടീമാട്ടോ ഇവരൊക്കെ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ഫയർഫോഴ്സിൻ്റെ വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് റോട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ പോകുമ്പോഴേ ആടുകൾ സങ്കടം പറഞ്ഞതിൻ്റെ പിറകെ വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, നമ്മുടെ അയൽവാസിൻ്റെ വീട്ടിലാണ് ആട് ചാടിയത്. പക്ഷേ അത്രയും ദൂരം ഞാൻ ഫയർഫോഴ്സിൻ്റെ വണ്ടിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത്രയും ദൂരം കണ്ടില്ലേ, ഇവർ എൻ്റെ കൂടെ വന്ന് സങ്കടം പറയാണ്. ഇവരുടെ ഫ്രണ്ട് ചാടിയെന്ന് കണ്ടില്ലേ, എന്നെ ചുറ്റി വളഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ ഇവർ. നേരെ പോകും ആട് കണ്ടി ചാടിയാ. ഇവിടെ ഈ സൈഡിൽ തന്നെ നല്ല താഴ്ചയുണ്ടല്ലോ. ഈ ആ പൈപ്പോടുകൂടി സൈഡിലോട്ട് പിടിപ്പിച്ച് വളരെ തന്ത്രപൂർവ്വമാണ് അവർ ആ കൊട്ടയിലേക്ക് ആടിനെ കയറ്റി കരയ്ക്ക് എത്തിച്ചത്. ഞാനാകെ ടെൻഷനിലായിരുന്നു, ആടിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ച്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ കൊണ്ട് തന്നെ ആടിനെ അവർ കരയ്ക്ക് എത്തിച്ച ആ ഒരു വീഡിയോൻ്റെ റെക്കോർഡ് ഞാൻ ഓണാക്കാൻ മറന്നുപോയി. വലിയ പണിയൊന്നും ചെയ്തില്ലല്ലോ, ജസ്റ്റ് അല്പം ബുദ്ധി മാത്രമല്ലേ ഉപയോഗിച്ചുള്ളൂ. ചോദിച്ചല്ലോ, അത് തന്നെ നല്ലത്. ഈ ഒരു നിമിഷത്തിൽ ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്രതീക്ഷിതമായി കിണറ്റിൽ വീണ എൻ്റെ ആടിനെ സുരക്ഷിതമായി കരയ്ക്കടുപ്പിച്ച നിലമ്പൂർ ഫയർ സ്റ്റേഷനിലെ സേനാംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിസ്വാർത്ഥമായി നിങ്ങളുടെ ഈ സേവനം ഏറെ മാതൃകാപരമാണ്. എല്ലാ ഉദ്യോഗസ്ഥർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ.